ജീവനെടുക്കുന്ന കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം ബാക്കിവെച്ചുപോയ ഇരകളേറെയുണ്ട് നമുക്കിടയിൽ. പാനൂരിനടുത്ത് കല്ലിക്കണ്ടിയിൽ ആക്രി പെറുക്കി നടന്ന ഒരു 7 വയസ്സുകാരൻ അമാവാസിയെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ കണ്ണും കൈയും നഷ്ടപ്പെട്ട ആ ദിനങ്ങൾ ഇന്നും നീറുന്ന ഓർമ്മയാണ് അമാവാസി എന്ന പൂർണ്ണചന്ദ്രൻ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം തകർത്ത ജീവിതം ആത്മവിശ്വാസത്തോടെ തിരിച്ചുപിടിച്ച കഥയാണ് പൂർണ്ണചന്ദ്രന്റേത്. മലയാളി മനസ്സിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് 7 വയസ്സുകാരനായ തമിഴ് ബാലൻ അമാവാസി ഇരുട്ടിലാക്കിയ ആ സ്ഫോടനം. ഞാനൊരു ചെറിയൊരു ചാക്കുമായിട്ട് റോഡ് സൈഡിൽ കല്ലിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് തൂവക്കെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടെങ്ങനെ നടന്നു പോയിരുന്നു. റോഡ് സൈഡിലായിട്ട് ഒരു സ്റ്റീൽ പാത്രം തിളങ്ങുന്ന കണ്ട് അറിയാതെ എടുത്ത് ചാക്കിലിട്ടുകൊണ്ട് വന്നു. എന്നിട്ട് കല്ലിക്കണ്ടിയിൽ നിന്ന് ഒരു ആക്രിക്കട ഉണ്ട്, ആ ആക്രിക്കടയിൽ നിന്നായിരുന്നു ഒരു ചുറ്റിക വാങ്ങിച്ച് ഇടത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് വലത് കൊണ്ട് അടിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു അടി കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു അടിയും കൂടി കൊടുത്തു. അപ്പം ചെറുതായിട്ട് ആ അടപ്പ് ഇങ്ങ് തുറന്നു. സ്റ്റീൽ പാത്രമായിരുന്നു അത്. അപ്പോൾ സ്റ്റീലിൻ്റെ ആ അടപ്പ് തുറന്നു. മൂന്നാമത്തെ അടിക്ക് വലിയ ശബ്ദത്തോടു കൂടി, വലിയ പൊട്ടലോട് കൂടി അങ്ങ് പൊട്ടി. ആ സമയത്ത് തന്നെ ഈ ഇടത് കൈപ്പത്തി പൂർണ്ണമായിട്ടും അങ്ങ് തെറിച്ചു പോയി. അപ്പം വലത് കണ്ണും പോയി. ലോകമൊന്നെന്ന പാഠമെന്നുമെൻ. സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ ഇടത് കൈയും വലത് കണ്ണും നഷ്ടപ്പെട്ട അമാവാസിക്ക് അന്ന് വെളിച്ചമായത് സത്യസായി ട്രസ്റ്റ് ആയിരുന്നു. സായി ഗ്രാമത്തിലെത്തിയ അമാവാസി പതിയെ പതിയെ ജീവിതം തിരിച്ചുപിടിച്ചു. വിദ്യാഭ്യാസത്തിനൊപ്പം സംഗീതത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടി. ഇരുളേറിയ അനുഭവങ്ങൾ മറന്ന അമാവാസി അങ്ങനെ പൂർണ്ണചന്ദ്രനായി മാറി. ഫസ്റ്റ് പ്രൈസ് കൊല്ലം സായി നികേതൻ അമാവാസി. അപ്പം അമാവാസിയോ ആ വേദിയിൽ നിന്നിട്ടുള്ള വെല്ലിനൻ സാറ്, പിന്നെ അതുപോലെ തന്നെ ജെ ലളിതാംബിക IAS മാഡം, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നിരവധി പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പി ഗോവിന്ദപിള്ള സാറും ജെ ലളിതാംബിക IAS മാഡം ഇട്ട പേരാണ് പൂർണ്ണചന്ദ്രൻ എന്നുള്ള പേര്. 98-ൽ പൂർണ്ണചന്ദ്രന് മുറിവേറ്റ സ്ഫോടനം നടന്ന കണ്ണൂർ കല്ലിക്കണ്ടിയിൽ നിന്ന് അധിക ദൂരമില്ല പാനൂരിലേക്ക്. വർഷങ്ങൾക്കിപ്പുറം ജീവനെടുക്കുന്ന ആ ബോംബ് രാഷ്ട്രീയം അതുപോലെ തുടരുന്നു. എൻ്റെ അമ്മയ്ക്കാണെങ്കിലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനുണ്ട്. അച്ഛനും അമ്മയ്ക്കും. എൻ്റെ അച്ഛന് ചെറുപ്പത്തിലെ 5 വയസ്സ് ഉള്ളപ്പോഴേ തന്നെ മരിച്ചു പോയതാണ്. അമ്മയായിരുന്നു, അമ്മയും ചേട്ടനും എൻ്റെ ചേച്ചിയും ഇവരൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇതെന്ന് പറയണത്. വളരെ എങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊരു അപകടം പറ്റുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകിയും ജന്മബന്ധു ആയിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.